അള്ളാഹു തേനീച്ചക്ക് വഹി കൊടുത്തു എന്നും ഒരു പ്രയോഗമുണ്ട്. അതൊന്നും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹി കൊടുത്തു എന്നും അതിനർത്ഥമില്ല. അവിടെ തേനീച്ചയ്ക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അള്ളാഹു വെച്ചു കൊടുത്തു എന്നതിനർത്ഥമുള്ളൂ. ജന്മന തേനീച്ചയുടെ ചിന്തകളിൽ അള്ളാഹു കൊടുത്ത എങ്ങനെ തേനീച്ച കൂടുണ്ടാക്കണം, പിന്നെ ഷേപ്പുകൾ എങ്ങനെ ഉണ്ടാക്കണം, തേനീച്ചയുടെ പലക എങ്ങനെ ഉണ്ടാക്കണം, തേനെങ്ങനെ കലക്ട് ചെയ്യണം, എങ്ങനെ അവിടെ തേനീച്ച കൂട്ടങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം, ഇതൊക്കെ തേനീച്ചയെ അള്ളാഹു ഇൻസ്പയർ ചെയ്തതാണെന്നാണ്. ഇപ്പോൾ ജീവജാലങ്ങൾക്ക് വഹി കിട്ടുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എല്ലാ ജീവികൾക്കും വഹിയുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഈ അർത്ഥത്തിൽ ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ടാണ് 5000 കൊല്ലം മുമ്പുള്ള കാക്കയും 2025 ജീവിക്കുന്ന കാക്കയും ഒരേപോലെ കൂട് വെക്കുള്ളൂ. മനുഷ്യന്മാരുടെ വീടുകൾക്ക് മാറ്റം ഉണ്ടാവും. കുയിലും മൈനയും പ്രാവുകളും 5000 കൊല്ലം ഉണ്ടാക്കിയ കൂടും ഇന്നുണ്ടാക്കുന്ന കൂടും ഒരുപോലെയാണ്. പിന്നെ പുല്ലൊന്നും കിട്ടാതിരിക്കുമ്പോൾ കമ്പിയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നു മാത്രം. പക്ഷേ ഐഡിയ ഒന്ന് തന്നെയാണ്, ഡിസൈൻ ഒന്നാണ്. ആരാണിതിനെ പഠിപ്പിച്ചത്? വഔഹൈന, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ്, അള്ളാഹു നൽകുന്ന ഉത്ബോധനമാണ്. അത് ഇൻസ്പിറേഷൻ എന്ന് പറയാം, അതിന് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാ പറയാ. അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലല്ലോ അത്. ബീവറുകൾ കൂട് വെക്കുന്നത് അങ്ങനെയാണ്, എഞ്ചിനീയേഴ്സിനെ പോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതൊക്കെ അല്ലാഹു തആല അവരുടെ ജീനുകളിൽ സംവിധാനിച്ചിരിക്കുകയാണ്. അതിനും വഹി എന്നാ പറയാം. തേനീച്ചക്കൂടുകളും അങ്ങനെ തന്നെയാണ്. തേനീച്ചക്കൂട് എൻ്റെ ഷേപ്പ് എന്താ? ഹെക്സഗൺ അല്ലേ? പെൻറ്റഗനോ? എന്താ പറയല്? അരിസോ ഹണി കോമ്പിൻ്റെ അത് ഹെക്സഗനാണോ പെൻറ്റഗനാണോ? ഹെക്സഗനാ ഒന്ന് അറിയാൻ നോക്കിയിട്ട് പറഞ്ഞു തരണേ. പെൻറ്റഗണ? ഹെക്സഗൺ. ആ ഹെക്സഗൺ ഷേപ്പിലേക്ക് അതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, അതിൻ്റെ മെഷർമെൻറ്റ് വളരെ ആക്യുറേറ്റാണ്. ഒരു തേനീച്ചയുടെ പലകെടുത്ത് നോക്കിയാലേ ഈ മിണ്ടാപ്രാണികൾക്ക് എങ്ങനെയാണ് ഇത്ര കൃത്യമായി സ്കെയിൽ പോലും വെക്കാതെ ആ ഹെക്സഗൺ ഷേപ്പ് അങ്ങനെ ഫോം ചെയ്യാൻ, അതിൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ വാക്സ്, ഇതിൻ്റെയൊക്കെ മേക്കിംഗ് അപാരമായ എൻജിനീയറിംഗ് ആണ്. നമ്മുടെ ആശാര്യന്മാർ വരെ അങ്ങനെയൊക്കെ ഒരു തേനീച്ചയുടെ ഹെക്സഗൺ ഷേപ്പുകൾ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർക്ക് അളന്ന് ചിലപ്പോൾ അത് മുറിക്കുന്നിടത്ത് മെഷർമെൻറ്റ് കൂടുകയോ കുറയോ ചെയ്യാം. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് അത്ഭുതം. വഔഹൈന ഇല നഹ്ലി. അതുകൊണ്ട് അല്ലാഹു തആല ഒരു ഒറ്റ ജീവിയെ ഉദാഹരണം പറഞ്ഞു, തേനീച്ചക്ക് നാം വഹി കൊടുത്തു എന്ന്. അത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൊടുക്കുന്ന വഹീനെ കുറിച്ചല്ല പറയുന്നത്. അതൊരു ഇൻസ്പിറേഷനാണ്. നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് തന്നെ പറയാം.